ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വിഷയം ആത്മീയ അർത്ഥം, ആശയം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിൻ്റെ കോട്ടകളെ തകർപ്പാൻ തക്ക ദൈവശക്തി ദൈവസഭകൾക്കുണ്ട്. ഹല്ലേലൂയ. ഇത് നാം മനസ്സിലാക്കി വയ്ക്കേണ്ട വിഷയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. തിരുവചനം 66 പുസ്തകം നമുക്ക് ദൈവമക്കൾക്ക് യഹോവയായ ദൈവം രക്ഷയുടെ നിത്യതയുടെ വഴിയൊരുക്കി തന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് മനുഷ്യനെ സ്വന്തം കൈകൊണ്ട് കടഞ്ഞെടുത്ത ആ സർവശക്തൻ മനുഷ്യൻ്റെ ഓരോ പ്രവർത്തനവും മനുഷ്യനിൽ സംഭവിക്കുന്നതും മനുഷ്യ സ്വഭാവ രീതിയും ദൈവം അറിഞ്ഞിരിക്കുന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യൻ്റെ സ്വഭാവമനുസരിച്ച് അവൻ മനസ്സിലാക്കത്തക്ക രീതിയിൽ, മനുഷ്യന് കുത്തുകൊള്ളത്തക്ക രീതിയിൽ മൂർച്ചയേറിയ വാക്കുകൾ, മൂർച്ചയേറിയ വചനങ്ങൾ, മൂർച്ചയേറിയ ആശയങ്ങൾ വചനത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം മനുഷ്യർ ശത്രുവിൻ്റെ ലോകത്തിലാണ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് വചനം പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിനാൽ വേദപുസ്തകം എടുക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നു, സത്യ വേദപുസ്തകം, ഹോളി ബൈബിൾ. ഹല്ലേലൂയ. എന്ന് അത് സത്യമായി വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് ജഡികമായി കാണുന്നവർക്ക് ചില വചനത്തിലെ ഭാഗങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. എന്നാൽ ആത്മീയ കാഴ്ചപ്പാടുള്ളവർക്ക് അത് തിരുവചനമാണ്. ഹല്ലേലൂയ. യോബിൻ്റെ പുസ്തകം 10:4 പറയുന്നു. ഹല്ലേലൂയ. മാംസനേത്രങ്ങളോ നിങ്ങൾക്ക് ഉള്ളതേ, മനുഷ്യൻ കാണുന്നത് പോലെയോ നീ കാണുന്നത്. അതായത് ഹല്ലേലൂയ, ആത്മീയമായ കണ്ണിൽ കൂടെ വചനം കാണാവോ. ആത്മീയ അർത്ഥത്തിൽ കൂടെയും ആശയത്തിൽ കൂടെയും മനസ്സിലാക്കിക്കൊണ്ട് വേണം തിരുവചനം കാണുവാൻ. ഭൗതികമായി കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഇടികമായി കാണുന്നവർക്ക് ഒന്നും മനസ്സിലാകില്ല. ഹല്ലേലൂയ. അതാണ് അവിടെ വരുന്ന വിഷയം. ഹല്ലേലൂയ. തിരുവചനം എഴുതപ്പെട്ടിരിക്കുന്നത് ലോകത്തിൽ വസിക്കുന്ന മനുഷ്യന് വേണ്ടിയാണ്. അവൻ്റെ രക്ഷയ്ക്ക്, നിത്യതയ്ക്ക് വേണ്ടി ആണ്. ഹല്ലേലൂയ. അപ്പോൾ മാനുഷിക അറിവിനായി രചിച്ച തിരുവചനത്തിൻ്റെ ദൈവികത്വം, ആത്മീയത അറിയാൻ എഴുതപ്പെട്ട വചനത്തിന് സമാന്തരമായി, അതായത് 66 പുസ്തകത്തിലും സമാന്തരമായി, പാരലലായി ആത്മീയ അർത്ഥം, ആത്മീയ ആശയം ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാകണമെങ്കിൽ അഭിഷേകം പ്രാപിച്ചിരിക്കണം. അഭിഷേകം പ്രാപിച്ചവർക്കാണ് ആത്മീയ കണ്ണിൽ കൂടെ കാണാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കുക. വെറുതെ ഒരാൾ ഓടി വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുവാൻ കഴിയില്ലെന്നാണ് ഇവിടെ ഞാൻ പറയുന്നത്, ആത്മാവിനാൽ പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതും മനസ്സിലാക്കാൻ വചനത്തിലെ വിലയേറിയ, എല്ലാവരും അറിയുന്ന 2 വിഷയങ്ങൾ എടുക്കാം, ഇവിടെ പറയാം. ഹല്ലേലൂയ. റൂത്തിൻ്റെ പുസ്തകം, അതായത് റൂത്ത് എന്ന പുസ്തകത്തിൽ ഹല്ലേലൂയ, ബോവസ് ആരാണ്? അതായത് ആത്മീയമായി ബോവസിനെ കാണുമ്പോൾ കർത്താവായ ദൈവമാണ്. ഹല്ലേലൂയ. റൂത്ത് ആരാണ്? റൂത്ത് ആത്മീയമായി കാണുമ്പോൾ ദൈവ മക്കളാണ്, ദൈവ സഭയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നന്ദിയോടെ സ്തോത്രം ചെയ്തു. എന്നാൽ ഭൗതികമായി കാണുന്നവർ
അത് വായിക്കുമ്പോൾ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി ഉത്തമഗീതം നോക്കുക. ഉത്തമഗീതത്തിൽ കാന്തനും കാന്തയും ആരാണ്? പ്രിയമുള്ളവരെ, കാന്തൻ കർത്താവായ ദൈവമാകുന്നു. ഹല്ലേലൂയ. കാന്ത ദൈവ മക്കളെ കാണിക്കുന്നു, ദൈവ സഭയെ കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കാന്തയും കാന്തനുമെന്ന് പറയുമ്പോൾ മണവാളനും മണവാട്ടിയും. ഹല്ലേലൂയ. അവിടെ അവർ തമ്മിലുള്ള ഹൃദയബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. ഏറ്റവും ആഴത്തിൽ ഉള്ള സ്നേഹബന്ധമാണ് അവിടെ കാണുന്നത്. അതാണ് കർത്താവും തൻ്റെ മക്കളും ദൈവമക്കളുമായിട്ടുള്ള ബന്ധമെന്നാണ് അവിടെ ആത്മീയ അർത്ഥം വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇതുപോലെയാണ് തിരുവചനത്തിലെ ഓരോ വിഷയങ്ങളും നൽകപ്പെട്ടിരിക്കുന്നത്. ഓരോ വിഷയങ്ങളും ഹല്ലേലൂയ ഓർമ്മ വയ്ക്കുക. പ്രവചനം, വെളിപാട്, ദർശനം, ഇവ പ്രവാചകന്മാർ, ദൈവം വിളിച്ച ദാസന്മാർ, ഇവരെല്ലാം ആത്മീയ ആശയത്തിൽ കൂടെ കടന്നു പോകുന്നു. അവരുടെ പ്രവർത്തനം, അവരുടെ ചിന്താഗതി ഒക്കെയും ആത്മീയ ആശയത്തിൽ കൂടെ കടന്നു പോകുന്നതാണ്. പ്രിയരെ, വെളിപ്പാട് പുസ്തകം ആത്മീയ അർത്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് പലരും വായിച്ചാൽ മനസ്സിലാക്കുവാൻ പ്രയാസം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ആത്മീയ അർത്ഥം എന്താണെന്നും ആശയം എന്താണെന്നും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു ഷോർട്ട് മെസ്സേജായി ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കേൾക്കുന്നവർക്കെല്ലാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമം ജയമെടുക്കട്ടെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുകയും മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ നിയമവും ഹിതവും ഇച്ഛയുമാണ് അഭിഷേകം പ്രാപിക്കുക എന്നുള്ളത്. അഭിഷേകം പ്രാപിച്ച് ആത്മമണ്ഡലത്തിൽ എത്തുവാനുള്ള കർത്താവിൻ്റെ നിയമവും ചട്ടവും കർത്താവിൻ്റെ ഹിതവും ഇച്ഛയുമാണ്. അത് ദൈവമക്കളായ നാം, സഭയായ നാം, ഹല്ലേലൂയ, അതിലേക്ക് എത്തിച്ചേരുവാൻ പ്രവർത്തിക്കുക, ആയിത്തീരുക. കാലം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം. ആമേൻ. ഹല്ലേലൂയ.